ഹായ് ഫ്രണ്ട്സ്, നമുക്ക് രാവിലെ ഒരു വിളവെടുപ്പ് നടത്തിയാലോ? നമ്മളുടെ വഴുതനങ്ങയാണേ. നീളമുള്ള കായ വഴുതനങ്ങ എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് കത്തിരിക്ക എന്നാ പറയാം. നമുക്ക് ഈ കത്തിരിക്ക വെച്ചിരുന്നൊരു കറി ഉണ്ടാക്കാം. നമ്മുടെ കത്തിരിക്ക നന്നായിട്ട് കഷ്ണിച്ച് വെള്ളത്തിലിട്ടിരിക്കുവാണേ. ഇതിനും കഴുകി വാരിയെടുക്കണം. ഒരു ചോള പുളി ചൂടുവെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കത്തിരിക്ക കറി വെക്കുവാനായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഞുള്ളു കായപ്പൊടി കൂടി ചേർക്കാം. കായപ്പൊടിയും ചേർത്ത് 3 പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴുതനങ്ങയ്ക്ക് വെള്ളമാണല്ലോ, അതിനകത്ത് നിറച്ച് വെള്ളമാണേ. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാൻ മതി. വഴുതനങ്ങ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്തു. കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്തത്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി സ്വല്പം ഉലുവാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം മസാലകളെല്ലാം ചേർത്ത് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയും വെള്ളം ഒഴിക്കണമെന്നില്ല, കുറുകിയ ചാറോടുകൂടി ഇരിക്കുന്നതാണ് നല്ലത്. വെള്ളം ഇത്രയും മതി. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വഴുതനങ്ങയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് പറ്റി വന്നാൽ മതിയേ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഒഴിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. വഴുതനങ്ങക്കറി ഒരു 5 മിനിറ്റ് നേരം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം ശർക്കര കൂടി ചേർക്കാം. കുറച്ച് മതി, അതെല്ലാം വേണ്ട. കുറച്ച് ശർക്കര കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങക്കറി നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സൂപ്പർ കറിയാണ്. വഴുതനങ്ങ ഇതുപോലെ ചാറ് വെച്ചാൽ ചോറിന് കൂട്ടാനൊക്കെ നല്ല കറിയാണ് കേട്ടോ. കേട്ടോ, നല്ലൊരു സൂപ്പർ കറിയാണേ. മധുരവും പുളി എരിവ് എല്ലാം കൂടെ കൂടിയ നല്ലൊരു കറി. ഈ കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറി ഒന്നും വേണ്ട കേട്ടോ, അത് മാത്രം മതി. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ കറിക്ക് ഉണ്ടോ പുളിയുണ്ടോ എരിവുണ്ടോ എന്ന് നോക്കാം. എല്ലാം ഉണ്ട്, സൂപ്പറാട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങളുണ്ട്. നമ്മുടെ മുറ്റത്തെ ബോൾസൻ ചെടിയാണ് കേട്ടോ. ബോൾസൻ ചെടിയിൽ പൂക്കളെല്ലാം പോയി. പൂക്കളൊന്നും ഇല്ല, വേനലായിപ്പോഴേക്കും. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി എടുത്ത് ഒരു സ്ഥലത്തേക്ക് കൂട്ടി വെച്ചു. അപ്പോൾ വെള്ളം ഒഴിക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് എല്ലാം കൂടി എടുത്ത് ഒരു സ്ഥലത്തേക്ക് വെച്ചു. ഇനി മഴ പെയ്യുമ്പോൾ എല്ലാം നന്നായി വരുമായിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം ഒടിച്ച് വേറെ വേറെ നട്ടു വെക്കണം. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് വെച്ചപ്പോൾ വെള്ളം ഒഴിക്കാനും എളുപ്പമുണ്ട്. തണലുള്ളിടമാണ് താനും കേട്ടോ. തണലുള്ളിടത്ത് നന്നായിട്ട് നിന്നോളും. ഒന്നും പോയിട്ടില്ല, അല്ല മുരടിച്ചേക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.